നമ്മളിനി ചർച്ച ചെയ്യുവാൻ പോകുന്നത് UDF കൊലയോടെ LDFിലേക്കോ, UDF കൊലയോടെ LDFിലേക്കോ. ഇത് കേൾക്കുമ്പോൾ ഞങ്ങൾക്കുറപ്പാണ് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ഞെട്ടലോ ഒരു ആകാംക്ഷയോ ഒന്നും ഉണ്ടാകുവാൻ സാധ്യതയില്ല. കാരണം നിലവിലുള്ള UDFിലുള്ള ഘടകകക്ഷികളുടെ ആ ഒരു അപകടകരമായ നിശബ്ദത കാണുമ്പോൾ ഏതൊരു ജനങ്ങളും ഏതൊരു മനുഷ്യനും ചിന്തിച്ചു പോകും, ഇതിൻ്റെ പിന്നിൽ എന്തോ നാടകങ്ങൾ അരങ്ങേറുന്നുണ്ട്. ഈ UDF എന്ന് പറയുന്ന ഈ ഒരു കൂട്ടായ്മയ്ക്ക് എന്തോ ഒരു അപകടം സംഭവിക്കുവാൻ പോകുന്നു, എന്തോ ഒരു ശക്തമായ പ്ലാനിങ് ഇതിൻ്റെ പിന്നിലുണ്ട്. ആ പ്ലാനിങ്ങിനെ കുറിച്ചാണ് i2i ന്യൂസ് ഇന്ന് ചർച്ച ചെയ്യുവാൻ പോകുന്നത്. കഴിഞ്ഞ 9.5 കൊല്ലമായി UDF പ്രതിപക്ഷ സ്ഥാനത്തിരിക്കുകയാണ്. പ്രതിപക്ഷം എന്നൊന്നും പറയുവാൻ പറ്റത്തില്ല. അത്രയും ഒരു ജീർണാവസ്ഥയിൽ, ഒരു ശവമായ അവസ്ഥയിൽ അവർ ഇരിക്കുകയാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് ഇവിടെ ഒരു പ്രതിപക്ഷമുണ്ടെന്നുള്ള ഒരു തോന്നൽ പോലും ഉണ്ടാക്കുവാൻ ഇവർക്ക് സാധിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് സഭയിൽ മാപ്പിരക്കുന്ന സീൻ നമ്മൾ കണ്ടു. അതുപോലെ സാധാരണ ജനങ്ങൾ പ്രതികരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, ഈ ഭരണകൂടത്തിനെതിരെ ശക്തമായി ഓരോ വിഷയങ്ങളിലും പ്രതികരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആ ജനങ്ങളുടെ ശബ്ദമാകേണ്ടുന്ന പ്രതിപക്ഷം ഇവിടെ നിശബ്ദത പാലിച്ച് പിണറായി വിജയന് റെഡ് കാർപ്പറ്റ് വിരിച്ചു കൊടുക്കുകയാണ്. എന്തിന്? മൂന്നാമത് തുടരുവാൻ. അപ്രകാരം ഞങ്ങൾ പറഞ്ഞു, പിണറായി വിജയന് മൂന്നാമതും തുടർഭരണം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച ജട്ടി വിപ്ലവത്തിന്റെ അമരക്കാരനാണ് നമ്മുടെ കേക്കച്ചൻ. ഈ വിഷയങ്ങളെല്ലാം പരിഹരിക്കപ്പെടാതെ നട്ടലുണ്ടായിരുന്ന KPCC പ്രസിഡന്റ് K സുധാകരനെ എടുത്ത് ദൂരക്കളഞ്ഞ് ഒരു അരമന കിങ്ങിണിയെ കൊണ്ട് ആ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ച് സകല നിയന്ത്രണവും കൈക്കലാക്കി കേക്കച്ചൻ തുള്ളിച്ചാടുന്നത് കാണുമ്പോൾ ഈ പ്രസ്ഥാനം നാശത്തിലേക്കാണെന്ന് ജനങ്ങൾ കഴിഞ്ഞ 30 ദിവസമായി മുറവിളി കൂട്ടുമ്പോഴും ഇതൊന്നും ശ്രദ്ധിക്കാതെ, ഈ പ്രശ്നങ്ങൾക്കൊരു പരിഹാരമുണ്ടാക്കാതെ ഇവർ അപകടകരമായ നിശബ്ദത പാലിക്കുന്നു എങ്കിൽ ജനങ്ങളെ നിങ്ങൾ തിരിച്ചറിയുക, ഈ UDF എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം നാശത്തിലേക്ക്, തകർച്ചയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഇവർ തമ്മിൽ കൃത്യമായ പ്ലാനിംഗ് ഉണ്ടാക്കിയിരിക്കുന്നു. വരുന്ന തിരഞ്ഞെടുപ്പിൽ ഇപ്പോൾ UDF എന്ന് പറയുന്ന ഈ ഒരു കൂട്ടായ്മ, ആ U എന്നുള്ള സാധനം L എന്നൊരു മാറ്റം മാത്രം ഉണ്ടാകാൻ പോകുന്നു. LDFിലേക്ക് ഇവർ ചേക്കേറാൻ പോകുന്നു എന്നാണ് വിവരം. മുസ്ലിം ലീഗിന്റെ കാര്യമെടുക്കുക. മുസ്ലിം ലീഗ് നേതൃത്വം സാധാരണഗതിയിൽ ഈ കോൺഗ്രസ് നേതാക്കന്മാർ തമ്മിലടിക്കുമ്പോൾ അവർ ശക്തമായി പ്രതികരിക്കാറുണ്ടായിരുന്നു. അവർ സോണിയയോ രാഹുൽ ഗാന്ധിയെയോ വിവരമറിയിക്കും, കേരളത്തിൽ തമ്മിലടിയാണ്, ഇങ്ങനെ പോയാൽ ശരിയാകില്ല എന്ന് അവർ ശക്തമായി ഇടപെടുമായിരുന്നു. ഇപ്പോൾ അവർ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ യാതൊരു കാരണവശാലും പ്രതികരിക്കുന്നില്ല. അതുപോലെ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഞാൻ പറയുന്നു, വികസന സദസ്സുമായി സഹകരിക്കുമെന്ന് മുസ്ലിം ലീഗ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വികസന സദസ്സുമായി സഹകരിക്കേണ്ടതില്ലെന്നാണ് KPCCയുടെ തീരുമാനവും KPCC അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന ആളുടെ സർക്കുലറും എല്ലാം. അങ്ങനെ ഇരിക്കെ ഈ മുന്നണി സംവിധാനത്തിലെ UDF മുന്നണി സംവിധാനത്തിലെ ഒരു പ്രധാനപ്പെട്ട ഘടകകക്ഷി എന്ന നിലയ്ക്ക് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സർക്കുലർ ഇറക്കി കഴിഞ്ഞു, ഞങ്ങൾ വികസന സദസ്സുമായി സഹകരിക്കുമെന്ന്. അതുപോലെ മറ്റു ഘടകകക്ഷികളായ, അറിയാം, നാമമാത്രം ചില മേഖലകളിൽ മാത്രം കണ്ടുവരുന്ന കേരള കോൺഗ്രസ് ജോസഫ്, കേരള കോൺഗ്രസ് ജേക്കബ്, RSP തുടങ്ങിയ ഈർക്കിലി പാർട്ടികൾ ഒക്കെ മാത്രമേ ഇന്ന് ഈ മുന്നണി സംവിധാനത്തിൻ്റെ ഭാഗമായുള്ളൂ. ഇവരും LDFിലേക്ക് പോയാൽ ഇവരുടെ കൂടെ നിന്നിട്ട് കാര്യമില്ല, തമ്മിലടിയാണ്. ഇവർ ഭരണം കൊണ്ട് പിണറായി വിജയന് കൊടുക്കുവാനായിട്ടുള്ള പ്രയത്നങ്ങളാണ് നടക്കുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് അവർ ഓരോരുത്തരും UDFിൽ അവർക്ക് ഏതൊക്കെ മണ്ഡലമാണോ കിട്ടിയിരിക്കുന്നത്, എന്തൊക്കെ പ്രിവിലേജ് ആണോ കിട്ടിയത്, അതിനേക്കാളും മികച്ച ഓഫറുകൾ അവർ സംസാരിച്ച് അവർ ഈ മുന്നണി സംവിധാനത്തിൽ നിന്നും വിട്ട് പോകും എന്ന് ഏറെക്കുറെ ഉറപ്പായി. ഈ നാശത്തിന് നിശബ്ദമായി ഈ കേക്കച്ചൻ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ അന്തകൻ അധ്യക്ഷത വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും അറിയാൻ വയ്യാതെ കേരളത്തിൽ ഇപ്പോൾ അടുത്ത
മുഖ്യമന്ത്രിയെ കിട്ടും എന്നും പറഞ്ഞ് ഇവിടെ വീടൊക്കെ എടുത്ത് താമസിക്കുവാൻ തുടങ്ങുകയാണ് പൊട്ടുമാമിയും ഗാന്ധി കുടുംബാംഗങ്ങളും. വലിയ പ്ലാനിങ്ങുകളും പദ്ധതികളും ഒക്കെ റിസോർട്ടുകളൊക്കെ കേന്ദ്രീകരിച്ച് ഇവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ നിൽക്കുന്ന മണ്ണ് ഒലിച്ചു പോവുകയാണ്. ഘടകകക്ഷികൾ LDF-ലേക്ക് പോകാൻ തുടങ്ങുകയാണ്. ഈ പ്രസ്ഥാനം നാശത്തിലേക്ക് പോവുകയാണ് എന്ന് ഇവരാരും തിരിച്ചറിയുന്നില്ല. ഇതിനിപ്പോഴും ഈ നാശത്തിൽ നിന്ന് കരകയറുവാൻ കോൺഗ്രസിന് ഇപ്പോഴും സാധിക്കുമെങ്കിലും അവർ അതിനൊന്നും മുനക്കെടുന്നില്ല. യുവനേതാക്കളടക്കം കടുത്ത മൗനത്തിലാണ്. ഈ നിശബ്ദത, ഈ അപകടകരമായ നിശബ്ദത, ഈ പ്രശ്ന പരിഹാരത്തിന് ശ്രമിക്കായിക എല്ലാം വിരൽ ചൂണ്ടുന്നത് ഇവർ കൊലയോടെ LDF-ലേക്ക് പോവുകയാണ് എന്നത് തന്നെയാണ്. വി.ഡി. സതീശനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭരണപക്ഷ നേതാവായിരിക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും അദ്ദേഹത്തിന് അനുയോജ്യം പ്രതിപക്ഷ നേതാവായി ഇരിക്കുക എന്നതാണ്. കാരണം ആരോടും ഒരു കമ്മിറ്റ്മെൻ്റ് ഇല്ല. ഭരണമില്ലാത്തതിനാൽ മറ്റുള്ളവർ തലയിൽ കയറിയില്ല, തമ്മിലടിയില്ല. മൂക്കില്ല രാജ്യത്തെ മുറിമുക്കൻ രാജാവ് എന്ന പേരിൽ പ്രതിപക്ഷ നേതാവെന്ന പദവിയിൽ അങ്ങനെ വിരാജിക്കാം. നടക്കുന്ന സകല ഇടപാടുകളുടെയും ആ നിശ്ചിത പെർസെൻറ്റേജ് കൃത്യമായി കിട്ടുകയും ചെയ്യും. ആരെയും കണക്ക് ബോധിപ്പിക്കേണ്ട, ആർക്കും വീതം കൊടുക്കേണ്ട, ആരെയും നമ്പേണ്ട ആവശ്യവുമില്ല. അതുകൊണ്ട് കേക്കച്ചൻ ആരംഭിച്ച ഈ ക്യാമ്പയിൻ ഓരോ ദിവസവും ഇദ്ദേഹത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഓരോ ദിവസവും കോൺഗ്രസ് പ്രവർത്തകരുടെ ആ മനസ്സിൽ വെറുപ്പും വിദ്വേഷവും ഉണ്ടാക്കി അതെല്ലാം LDF-നുള്ള വോട്ടായി മാറ്റുക. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ നീണ്ടു പോകുമ്പോൾ പാർട്ടിയുടെ KPCC അധ്യക്ഷ സ്ഥാനത്ത് കഴിവില്ലാത്തവരിയ്ക്കുമ്പോൾ തീരുമാനങ്ങൾ എടുക്കുന്നത് പാളുകയും പ്രശ്നങ്ങൾ വർദ്ധിക്കുകയും അങ്ങനെ ഈ പ്രസ്ഥാനത്തെ ജനങ്ങൾ വെറുക്കുകയും ചെയ്യും. അങ്ങനെ സ്ലോ പോയ്സണിങ് ചെയ്യുന്നത് പോലെ 7-8 മാസം കൊണ്ട് ഈ പ്രസ്ഥാനത്തെ ഇല്ലാതാക്കി ഈ കോൺഗ്രസിന്റെ സകല വോട്ടുകളും LDF-ന് കൊടുക്കുക എന്നതാണ് തീരുമാനം. നമുക്കറിയാം, കോൺഗ്രസ് മുക്ത ഭാരതത്തിനായി പ്രയത്നിക്കുന്ന BJP-യെ സംബന്ധിച്ചിടത്തോളം അവർ ലക്ഷ്യം വെക്കുന്ന ഏതാണ്ട് 10ഓളം സീറ്റുകളാണുള്ളത്. ആ 10ഓളം സീറ്റുകളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലും ഇടതുപക്ഷത്തിന് വോട്ട് മറിക്കുക, ഇടതുപക്ഷത്തെ ജയിപ്പിക്കുക എന്നതാണ് അവരുടെ ഇത്തവണത്തെ അജണ്ട. ഒരു 10 സീറ്റ് വിജയിക്കുവാൻ ഞങ്ങളെ സഹായിച്ചാൽ ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങൾ വോട്ട് മറിച്ച് LDF-നെ ഭരണത്തിലെത്തിക്കാമെന്ന ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇവർ തമ്മിൽ ഉണ്ടാക്കി കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായി ഏറ്റവും ഗതികെട്ട അവസ്ഥ എന്ന് പറയുന്നത് ഈ പ്രതിപക്ഷ നേതാവെന്ന് പറയുന്ന ഈ വി.ഡി. സതീശനെ തന്നെ അവർ മറിച്ചു കളഞ്ഞു. കോൺഗ്രസിന്റെ നാശം, ആ നാശത്തിന് അധ്യക്ഷത വഹിക്കുന്നത് ഇന്ന് ആ പാളയത്തിൽ നിന്ന് ഈ വി.ഡി. സതീശനാണെന്ന് നിങ്ങൾ മറക്കരുത്. വി.ഡി. സതീശൻ അതുകൊണ്ടാണ് അത്രയും കോൺഫിഡൻ്റ് ആയിട്ട് ഈ കൃത്യമായ ഡീലുകളിൽ ക്ലാരിറ്റിയുണ്ട്, കിട്ടുന്ന പ്രതിഫലത്തിൽ ക്ലാരിറ്റിയുണ്ട്. കഴിഞ്ഞ 10 കൊല്ലമായി വിശ്വസ്ത ദാസനായി പ്രവർത്തിക്കുന്ന വി.ഡിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് മറ്റ് ആപത്തുകളും അപകടങ്ങളും വരാതെ അദ്ദേഹത്തെ ഈ പാർട്ടി ഈ രാഹുലിൻ്റെ കാര്യത്തിൽ കാണിച്ച പോലുള്ള ഏത് നിമിഷവും കുതികാലി വെട്ടുന്നവന്മാരാണെന്ന് അറിയാവുന്നത് കൊണ്ട് ഇദ്ദേഹത്തിൻ്റെ സേഫ്റ്റി ബെൽറ്റ് എന്ന് പറയുന്നത് പിണറായി വിജയൻ്റെ കയ്യിലാണ്. സേഫ്റ്റി ബെൽറ്റിൻ്റെ ഒരറ്റം പിണറായി വിജയൻ്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് ട്രിപ്പീസ് കളിക്കാരൻ ചാടുന്നത് പോലെ ചാടിയിരിക്കുകയാണ് ഈ കേക്കച്ചൻ. ഈ അപകടകരമായ നിശബ്ദത, UDF-ലെ ഘടകകക്ഷികളുടെ അപകടകരമായ ആ നിശബ്ദത സൂചിപ്പിക്കുന്നത് അവർ LDF-ന്റെ ഭാഗമായി കഴിഞ്ഞു. കേക്കച്ചൻ ഈ പ്രസ്ഥാനത്തെ, ഈ കോൺഗ്രസ് എന്ന് പറയുന്ന കോൺഗ്രസ്, ചിലരൊക്കെ ഞങ്ങളെ വിളിക്കുമ്പോൾ ലഭിക്കുന്ന ഫീഡ്ബാക്ക് നിങ്ങൾ കേട്ടില്ലേ? തലമുറകളായി ഞങ്ങൾ കോൺഗ്രസ്സുകാരാണ്, മരിക്കുന്നത് വരെ കോൺഗ്രസിനെ വോട്ട് ചെയ്യുകയുള്ളൂ, പക്ഷേ ഞങ്ങൾക്ക് വിഷമമുണ്ട് ഈ പാർട്ടി എങ്ങോട്ടാണ് പോകുന്നത് എന്ന് വിലപിക്കുന്ന അവരുടെ ആ മാനസികാവസ്ഥയെ, ഈ പാർട്ടിയെ വെറുത്ത് ദുഷിച്ച് അവർ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുക എന്ന പണിയാണ് ഇയാൾ ചെയ്യുന്നത് എന്ന് നിങ്ങൾ കേൾക്കുക, നിങ്ങൾ മനസ്സിലാക്കുക. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. i2i News, an eye for truth.
i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.